Hi dear parents. നീറ്റ് എക്സാം എഴുതി വന്ന മക്കളുടെ പേരൻസിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. ഇതിനു മുമ്പും എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ പേരൻസ് ഭംഗിയായി കേട്ട് എല്ലാം ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എക്സാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ ഈ സമയത്ത് നമ്മുടെ മക്കൾക്കൊക്കെ നല്ല സ്ട്രെസ് ഉണ്ടാവും. കാരണം ചിലർക്ക് അവർ വിചാരിച്ച പോലെ എഴുതാൻ പറ്റിയിട്ടുണ്ടാവും, എന്നാലും ആൻസർ കീ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും, നമ്മൾ വിചാരിച്ച പോലെയൊക്കെ ആവുമോ, അങ്ങനെയുള്ള ഒരു ടെൻഷൻ ഉണ്ടാകും. ചിലർ വളരെ മോശമായി, പഠിച്ചതുപോലെയൊന്നും നല്ലപോലെയൊന്നും ചെയ്യാൻ പറ്റിയില്ല, എക്സാം ഹാളിലെ വേണമെങ്കിൽ ചെറിയ സില്ലി മിസ്റ്റേക്സുകൾ കൊണ്ട് മാർക്കുകൾ പോയവരുണ്ടാകാം. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള സ്ട്രെസ്സും വിഷമം ഉണ്ടാകും. മക്കൾക്കുള്ളതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലേറെ വിഷമം നിങ്ങൾക്കും ഉണ്ടാകും, നിങ്ങളത് കാണിക്കാത്തതായിരിക്കും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു അവസരത്തിൽ നമ്മൾ മക്കളെ ഒട്ടും കമ്പയർ ചെയ്യാണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് കൂടെയുള്ളവരൊക്കെ നല്ലപോലെ ചെയ്തല്ലോ, നിനക്ക് മാത്രം എന്താ ഇങ്ങനെ പറ്റിയത്, അല്ലെങ്കിൽ ഈ സമയത്ത് ഒരുപാട് ആളുകൾ വരും ഇങ്ങനെ അഭിപ്രായം പറയാനും, ഇനിയിപ്പം ഇതിൻ്റെ റിസൾട്ട് ഒന്നും നോക്കണ്ട, വേറെ ഏതെങ്കിലും കോഴ്സിന് ചേർക്കാം. അപ്പോൾ നിങ്ങളെ കുറേ ഏജൻസിക്കാരൊക്കെ വിളിക്കും, ആ കോഴ്സ് ഉണ്ട്, ഈ കോഴ്സ് ഉണ്ട്, പെട്ടെന്ന് സീറ്റ് ഫില്ലാവും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കും അവരൊരു പ്രഷർ തരും. അപ്പോൾ ആ പ്രഷർ നിങ്ങൾ മക്കളുടെ മുകളിൽ കാണിക്കാണ്ടിരിക്കുക, അവരെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ കുട്ടി ഡിഫറെൻ്റ് ആണ്, നമ്മുടെ കുട്ടി ബെസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വിശ്വസിക്കാം. ബാക്കി നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം നോക്കാം. ഇനി ഇൻ കേസ് അവരോടൊരു തീരുമാനം എടുക്കാൻ പറയുകയാണ്, റിപ്പീറ്ററിൻ്റെ അഡ്മിഷനൊക്കെ നടക്കുകയാണ്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, അതിന് നമുക്ക് അവർക്ക് കുറച്ച് സമയം കൊടുക്കാം, ആലോചിക്കാൻ സമയം കൊടുത്ത് മക്കൾ തീരുമാനം എടുക്കട്ടെ. കാരണം നമ്മൾ ഒന്നിലും അവരെ ഫോഴ്സ് ചെയ്ത് ഒരു കാര്യം ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അണ്ടർ പ്രഷർ അവരെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമുക്ക് ജോലി ചെയ്യുമ്പം ഭയങ്കര പ്രഷറിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഔട്ട്കം തരാൻ വേണ്ടി പറ്റില്ലല്ലോ. സോ അതുപോലെ തന്നെയാണ് മക്കൾക്കും, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അറിയാലോ, നമ്മുടെ അഡ്മിറ്റ് കാർഡ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ എടുത്തു വെക്കേണ്ട കാര്യങ്ങളുണ്ട്, അതൊക്കെ സൂക്ഷിച്ച് എടുത്തു വെക്കാൻ മക്കളോട് പറയുക. പിന്നെ എൻഡ് ഓഫ് ദ ഡേ എന്തൊക്കെയാണെങ്കിലും അവരുടെ ഹാപ്പിനെസ്, അവരുടെ സക്സസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരോടും കൂടി ഇരുന്ന് ആലോചിച്ച് നിങ്ങൾ ഏത് കോഴ്സാണ്, അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണോ, അത് റിപ്പീറ്റ് ചെയ്യണോ, ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ റിപ്പീറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം നിങ്ങൾ തന്നെ അവർക്ക് വേണ്ടി എടുക്കേണ്ട ഡിസിഷൻ അല്ല. അതുപോലെ മക്കൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ടീമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ പ്രോസും കോൺസും ഒക്കെ ആലോചിച്ച്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനുകളെ കുറിച്ച് ആലോചിച്ച് നല്ലൊരു ബെസ്റ്റ് ഡിസിഷനിലേക്ക് വരേണ്ട കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ മക്കൾക്ക് ഒരു സ്പേസ് കൊടുക്കുക, കുറച്ച് സമയം എടുത്ത് റിലാക്സ് ചെയ്ത് ആലോചിക്കാനുള്ള സമയം കൊടുക്കുക, നിങ്ങളും കുറച്ച് സമയം എടുക്കുക. ഒന്നും ഫോഴ്സ് ചെയ്ത് റഷ് ചെയ്ത് നമുക്ക് ചെയ്യേണ്ട. അപ്പോൾ ഡിയർ പാരൻസ്, ഐ ഹോപ്പ് യു ഗോട്ട് മൈ പോയിന്റ്. മക്കൾക്ക് മാക്സിമം നമ്മൾക്ക് ഈ സമയത്ത് മെൻറ്റൽ സപ്പോർട്ട് കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവിടെ കൂടെ തന്നെ വേണം. ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ അവർ നമ്മുടെ മക്കളാണല്ലോ, അവർ അടിപൊളിയായിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.